സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. കട്ടിലിനടിയിലായിരുന്നോ? ആ അമ്മൂമ്മ വന്നപ്പോ പെട്ടെന്ന് ഒളിക്കാൻ വേറെ ഇടം കിട്ടിയില്ല. ഇതെന്നെ കണ്ടുപിടിക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ? ഞാനല്ല, മാനസ. എനിക്ക് വേണ്ടി നീയല്ലേ വിഷമിക്കുന്നത്? എനിക്കിപ്പോ സിദ്ധാർത്ഥ ഒരു വിഷമമല്ല. എന്റെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റിയ ദിവസങ്ങളാ ഇതൊക്കെ. ഒരു പെണ്ണും കാണിക്കാത്ത ധൈര്യം കാണിക്കുന്നതിന്റെ ഒരു ത്രില്ല്. ഈ ത്രില്ലിൽ ഒരു അപകടം മണക്കുന്നുണ്ട് മാനസ. ഏത് നിമിഷവും ഈ വാതിൽ തുറന്ന് ഒരു അപകടം അകത്ത് വരാം. വന്നാലും സിദ്ധാർത്ഥനെ ഞാൻ രക്ഷിക്കും. പിന്നെ എന്റെ കാര്യം, ഏട്ടൻ എന്തായാലും എന്നെ കൊല്ലില്ല, പോലീസിന് വിട്ടുകൊടുക്കുകയില്ല. തല്ലും, തല്ലിച്ചതയ്ക്കും. ഏത് നിമിഷവും അത് പ്രതീക്ഷിച്ചാ ഞാൻ ജീവിക്കുന്നത്. പ്രതീക്ഷിച്ചാ പേടി കുറയും. എന്ത് സംഭവിച്ചാലും സിദ്ധാർത്ഥനെ രക്ഷിച്ചിരിക്കും ഈ മാനസ. ഇത് വാക്കാ, നല്ല കരളുറപ്പുള്ള പെണ്ണിന്റെ വാക്ക്. മാനസ, മാനസേ, 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 കഥക് തുറക്ക്. നീ എന്തെടുക്കുക? മാനസേ, മാനസേ, കഥക് തുറക്ക്. ഇപ്പൊ അധിക സമയം നീ മുറിക്കാതാണല്ലോ. ഇത് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ഞാനൊരു ബുദ്ധിജീവി ആവാനുള്ള ശ്രമത്തിലാ. മാനസേ, കാശ് കൊടുത്താ വാങ്ങാൻ കിട്ടുന്നത് നല്ല ബുദ്ധി. അതുകൊണ്ട് നീ അതിന് ശ്രമിക്കണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടേ? എടി, എന്റെ ഈ ഏകാന്തമായ നിമിഷങ്ങളെ നീ ഇങ്ങനെ കയറി വന്ന് നശിപ്പിക്കരുത്. അയ്യോടാ, ഇതെന്താ സാഹിത്യ ഭാഷയോ? നിനക്കിത് എന്തു പറ്റി? ആകെ ഒരു മാറ്റം. എനിക്കൊരു മാറ്റവും ഇല്ല. നീ ആഹാരം എടുത്തു വെച്ചോന്ന് പറയാൻ വന്നതല്ലേ? വാ. ധൃതിയില്ല. അവിടെ IPS MBBS കഴിക്കുന്നേ ഉള്ളൂ. ഒരു ബഹളം കഴിഞ്ഞ് എഴുന്നേക്കട്ടെ, എന്നിട്ട് ചെന്നാ മതി. ഈ മുറിയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ട് എത്ര ദിവസമായി? ബാത്റൂമിന്റെ അവസ്ഥ എന്തായി കാണൂ? എടി മൈന, നീ എന്തായി കാണിക്കുന്നേ? എന്താ ബാത്റൂം ഒക്കെ ഞാൻ വൃത്തിയായി തന്നെ ഇട്ടിരിക്കുന്നത്. ഓ, എനിക്ക് നിന്നേക്കാളും വൃത്തിയാ, അറിയാവോ? ഒരു വൃത്തിക്കാരി വന്നിരിക്കുന്നു. വാ വാ, നമുക്ക് താഴേക്ക് പോവാം. വന്നേ. വിശപ്പും ദാഹമൊന്നും ഇല്ലേ ഹരിക്ക്? ഒന്നും കഴിച്ചില്ലല്ലോ. മനസ്സമാധാനം വേണ്ട ഗൗരി. ഒരു ക്രിമിനൽ കാരണം സ്വസ്ഥത പോയി. എത്രയോ കേസുകൾ തെളിയാതെ കിടക്കുന്നു. അതുപോലെ ഒരെണ്ണം ഇതുവെന്നങ്ങ് വിചാരിച്ചാ പോരെ? അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഗൗരി. ഒന്നാമത്, ഈ കുത്തുകൊണ്ട് കിടക്കുന്ന വേണുഗോപൻ എന്റെ ബ്രദറിലും ആവേണ്ട ആളാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം അറിയാം. രണ്ടാമത്, ഇത് എന്റെ സർക്കിളില് എന്റെ മൂക്കിന് താഴെ നടന്ന കൊലപാതക ശ്രമമാണ്. പ്രതിയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുള്ള കഴിവും കൂടി വേണ്ടേ? ഹരി സത്യത്തിലൊരു പാവോ? ഈ പണിയൊന്നും ഹരിക്ക് പറ്റിയതല്ല. അങ്ങനെ കളിയാക്കണ്ട നീ. അവനെ കെട്ടിയില്ലെങ്കിൽ അവന്റെ പെങ്ങളെ ഏതെങ്കിലും ഒരു കേസുണ്ടാക്കി ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തും. അപ്പൊ അവൻ താനേ വരും. പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇരുത്തുന്നതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. കുറച്ച് ചീപ്പായാലും അത് സിദ്ധാർത്ഥനിലേക്കുള്ള ഒരു റൂട്ടാണ്.
രാത്രിയാണോ ഈ പെണ്ണ് കുളിക്കുന്നത്? 7:30 വെളുപ്പിന് എണീറ്റ് കുളിച്ചുള്ള ശീലവാ തറവാട്ടില്. ഇതിപ്പോ പുതിയ ഓരോരോ കോലം. നീ എന്താ ഇവിടെ? അമ്മായി എന്താ ഇവിടെ? ഇതെന്റെ മുറിയല്ലേ? ആ മുറിയൊക്കെ നിന്റെ തന്നെയാ. പക്ഷേ ഈ കുളിമുറിയിൽ ആരാ? കുളിമുറിയിലോ? ആര്? കണ്ടോ, അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുക. അത് മാത്രമല്ല, പൈപ്പിൽ നിന്ന് വെള്ളവും വീഴുന്നുണ്ട്. ഈ കുളിമുറിയിൽ ആരാ? ഓ അതോ? അമ്മമ്മേ, മൈനയാ കുളിമുറിയില്. അപ്പോ അവളുടെ മുറിയിൽ കുളിമുറിയില്ലേ? ഉണ്ട്. പക്ഷേ അവൾ എവിടെയാ കുളിക്കാറ്? എന്നാ അതൊന്നും അറിയണമല്ലോ. നീ ഇവിടെ? അപ്പൊ അവിടെ ആരാ? എവിടെ? അല്ല, മാനസയുടെ മുറിയിൽ ആരാ? അമ്മായിക്ക് ഇത് എന്തു പറ്റി? എന്തൊക്കെയായി പറയുന്നേ? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ആരാണെന്ന് അറിയണമല്ലോ. എനിക്ക് വന്നപ്പോഴേ പന്തികേട് തോന്നിയതാ. ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. വെള്ളം എടുക്കാൻ ഇറങ്ങിയതാണല്ലേ? അതെ. നിന്റെ കാര്യങ്ങളൊക്കെ നീ ഓർത്തില്ലെങ്കിലും ഞാൻ ഓർക്കില്ലേടി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടി പോയി കിടക്കടി. ഓ ഒച്ച വെക്കരുത്. ഞാൻ കള്ളന് ദമ്മടിയൊന്നും അല്ല. മാനസിക്ക് അറിയാം എന്നെ. അതെ, എന്നെ നന്നായിട്ട് അറിയാം മാനസിക്ക്. നിങ്ങൾ ആരാ? ഞാൻ പറ, നിങ്ങൾ ആരാ? മൈനെ, ഇത് സിദ്ധാർത്ഥനാ. ഇങ്ങനൊരു അതിഥി കൂടി ഇവിടെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇതാരാ മാനസേ? ഞാൻ പറഞ്ഞല്ലോ, സിദ്ധാർത്ഥൻ. ഇനി ഞാനുമായിട്ടുള്ള ബന്ധം പറയണോ? വേണുഗോപനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇയാളാ. മനസ്സേ, ഈ സിദ്ധാർത്ഥനെയാ ഏട്ടൻ നഗരം മുഴുവൻ അരിച്ചു പെറുക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സാ ചേച്ചി, ഈ മുറിയിൽ വേറെ ആരും ഉണ്ട് ഗൗരി. വേറെ ആരുടെയോ ഒരു നിഴൽ ഇവിടെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്താ ഇവിടെ? ഇവർക്ക് വട്ടായെന്നാ തോന്നുന്നേ. ഈ മുറിയിൽ ആരോ ഉണ്ടെന്ന്. ഉണ്ടല്ലോ. ഞാൻ. നീ അല്ല, വേറെ ആരോ ഈ മുറി കുളിച്ചില്ലേ? ഇല്ല അമ്മായി. ഇല്ലേ? ഇവിടെ ആരോ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എന്റെ ഏട്ടത്തി, ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നും. വയസ്സാവും തോറും കാണുന്നതൊക്കെ സംശയമാ. നിങ്ങളൊന്ന് വരുന്നുണ്ടോ? അവള് കിടന്ന് ഉറങ്ങട്ടെ. മനുഷ്യനെ മെനക്കെടുത്താൻ. എന്താ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? കണ്ണിലിട്ടൊരു
കുത്തുവെച്ചെറിഞ്ഞ് ഇറങ്ങി പോവാമായി. ഒന്ന് പോവാൻ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഒരു വാക്ക് പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊന്നും. വിശ്വസിക്കണം. എന്റെ അനിയത്തെ ദ്രോഹിച്ചവനാണ് വേണുഗോപൻ. അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നശിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞവനാണ് വേണുഗോപൻ. അവന്റെ കുഞ്ഞിനെ പോലും കാണാൻ വരാതെ മാനസികമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചപ്പോ കാല് പിടിച്ചതാ ഞാൻ. എന്നിട്ടും എന്റെ അനിയത്തെ അതിശയിച്ചപ്പോ സഹിച്ചില്ല. അപ്പോഴും ഞാനല്ല കത്തിയെടുത്തത്, അവനാ. എനിക്കിതൊന്നും കേൾക്കണ്ട. ഏട്ടൻ അന്വേഷണം നടക്കുന്ന കുറ്റവാളിയാ നിങ്ങള്. എനിക്ക് നിങ്ങളെ പേടിയാ. എന്നെ പേടിക്കണ്ട മീനെ. ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. സംഭവിച്ചു തന്നെ ഒരു ഗതികേടാ, അല്ലാതെ മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല. എന്നോട് അതൊന്നും പറയണ്ട. ഏട്ടനെതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല. നിങ്ങളെ ഒളിപ്പിക്കുന്ന അത്ര വലിയ കുറ്റമാ. ഞാനത് ചെയ്യില്ല. വേണ്ട, രക്ഷിച്ചില്ലെങ്കിലും ശിക്ഷിക്കാതിരുന്നാ മതി. എന്നെ പോലീസിന് കാണിച്ചു കൊടുക്കരുത്. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പോണം. ഈ വീട്ടിൽ ഒളിവിൽ താമസിക്കാനൊന്നും പറ്റില്ല. മാനസ കാണിച്ചു കൂടുന്ന ഓരോ തോന്നിയാസങ്ങളെ ഇത് ശരിയാവില്ല. അയാളങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല. വേണുഗോപന്റെ കാര്യമെല്ലാം പറഞ്ഞു സിദ്ധാർത്ഥൻ. കേട്ടപ്പോ ഞാനും ആദ്യം ഒന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്വേഷിച്ചപ്പോ സത്യമാ. സിദ്ധാർത്ഥൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ചതി പറ്റുമായിരുന്നു. നീ എന്താ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ ഇങ്ങനെ നോക്കുന്നത്? അയാളെ രക്ഷിക്കരുതായിരുന്നോ? മനസ്സെ, നീ കൊച്ചു കുട്ടിയൊന്നുമല്ല. എന്ത് സെന്റിമെന്റ്സിന്റെ പേരിലായാലും ഒരു ചെറുപ്പക്കാരന് സ്വന്തം മുറുകയത്ത് സൂക്ഷിക്കാന്ന് പറയുന്നത് അന്തസ്സില്ലാത്ത പണിയല്ലേ? ആരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഞാൻ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല മൈനെ. ആലോചിച്ച ഒരു സമാധാനവും കിട്ടില്ല. ഒന്ന് മാത്രമേ ഞാൻ നിശ്ചയിച്ചിട്ടുള്ളൂ. എത്ര റിസ്ക് എടുത്തിട്ടായാലും സിദ്ധാർത്ഥനെ ഞാൻ രക്ഷിക്കും. എനിക്ക് അയാളെ രക്ഷിച്ചേ പറ്റൂ. മനസ്സേ, അത് എളുപ്പമുള്ള കാര്യമല്ല. എനിക്കറിയാം, ബുദ്ധിമുട്ടാണ്. ഏത് നിമിഷവും പിടിക്കപ്പെടാം. നിയമവശം നോക്കിയാൽ കുറ്റവാളി ഒളിപ്പിച്ചതിന് എന്റെ പേരിലും കേസെടുക്കാവുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ? അതെ, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ. വേണുഗോപന്റെ ചതിയിൽ ഞാൻ പെടാത്തത് സിദ്ധാർത്ഥൻ കാരണോ? അയാളുടെ സഹോദരിയും കുഞ്ഞിനെയും കാണണം നീ. ആ അവസ്ഥ ഒരു പെണ്ണിനും വരരുത്. സിദ്ധാർത്ഥനെ പോലീസിന് വിട്ടുകൊടുത്ത ആ കുടുംബം വഴിയാധാരമായി പോവും. നീ എന്നെ ഒറ്റ കൊടുക്കരുത്. ഞാൻ സിദ്ധാർത്ഥനെ രക്ഷിക്കും. ഹരി ഇത്രയ്ക്ക് ടെൻഷൻ ആവണ്ട. ഹരിയുടെ കഴിവും കപ്പാസിറ്റിയും ഒക്കെ വെച്ച് അന്വേഷിച്ചു. പ്രതിയെ കിട്ടിയില്ല. സാരമില്ല, അവനവന്റെ കഴിവിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? തുമ്പിയെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുന്ന കല്ലിനുമില്ലേ ഒരു പരിധി? ഗൗരി, ഇത്തരം പരിഹാസങ്ങളൊക്കെ നിന്റെ ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മാനസികാവസ്ഥ അറിയാവുന്നവളായിരിക്കണം. മനസ്സിന് ഒരു സമാധാനമായിരിക്കണം ഭാര്യ, അല്ലാതെ മനസ്സിനെ മടുപ്പിക്കരുത്. ഓ, സമാധാനം കിട്ടുന്ന ഒരു ബെറ്റർ പ്ലാൻ ഞാൻ പറയട്ടെ. ഈ ജോലി ഒന്നും വേണ്ടെന്ന് വെക്ക്. ക്രിമിനൽസിന്റെ പുറകെ ഓടി നടക്കുന്നതിന് പകരം അച്ഛന്റെ എസ്റ്റേറ്റ് ഒന്ന് നോക്കി നടത്തിക്കൂടെ? അവിടുന്ന് കിട്ടുന്ന കാശിനും കണക്കില്ല, കണക്കൊട്ടച്ഛൻ ചോദിക്കത്തൂല്ല.
അവസാനം എണ്ണ ചുട്ട അപ്പം പോലെ കിട്ടുന്ന ഈ കാശങ്ങ് വേണ്ടാന്ന് വെക്ക ഹരി. ഈ യൂണിഫോം സത്യത്തിൽ ഒരു ബാധ്യതയാ. ജോലി കളഞ്ഞിട്ട് നിന്റെ അച്ഛന്റെ ജോലിക്കാരനാവുന്നതിലും നല്ലത് ഒരു മുഴം കയറിൽ കെട്ടിത്തൂങ്ങി അങ്ങ് അവസാനിക്കുന്ന. ആ ഇതാ കുഴപ്പം. ഇപ്പൊ ഞാൻ ചോദിക്കുക, ആർക്കാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? എന്റെ അച്ഛനോടുള്ള ഈ പുച്ഛം ഒന്ന് അവസാനിപ്പിച്ചൂടെ ഹരി? അച്ഛന്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്തും മണി പവറും തിരിച്ചറിയണം. ആനയും അണ്ണാരക്കണ്ണനും തമ്മിലുള്ള വ്യത്യാസം എന്റെ അച്ഛനും ഹരിയും തമ്മിലുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്, ഓക്കേ? പറഞ്ഞേറണ്ട ഗൗരി. അണ്ണാറക്കണ്ണനാണെങ്കിലും അന്തസ്സുണ്ട് എനിക്ക്. ആരുടെ സഹായം വേണ്ട. സിദ്ധാർത്ഥനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വരാം. ആത്മഹത്യ ചെയ്യും പോലെ നിന്റെ അച്ഛനെ അനുസരിക്കാൻ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? അരമണിക്കൂർ ആയില്ലല്ലോ ഒരു ചായ കുടിച്ചിട്ട്. ഇതെന്താ ഇങ്ങനെ? ഇത്രയും പരവേശം എന്താ? ഓ പരവേശല്ല ചേച്ചി, ഒരു സമാധാനക്കേട്. ആ കുഞ്ചിത്തള്ള പോയിട്ടാണെങ്കിൽ ഒരു വിവരവും ഇല്ല. ഓ അപ്പൊ അതാണ് കാര്യം. അതെന്താ നിസ്സാര കാര്യമാണോ? കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് നടന്ന പെണ്ണ വൈന. ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു വെച്ച പെണ്ണ്. അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരാൾക്കും കിട്ടണ്ട. കൊന്നു കളയും ഞാൻ. എന്താണ് ഇത്? ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളെ ജീവിക്കാൻ വിടില്ല ഞാൻ. വേറൊരുത്തന്റെ കൂടെ സന്തോഷമായി ജീവിക്കുന്നത് സഹിക്കില്ല ഞാൻ. നീ ഒന്ന് അടങ്ങ്. കുഞ്ചിയമ്മൊന്ന് വരട്ടെ. അവര് പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് ചെല്ലാം. ചേച്ചി എന്നാലോ? ആദ്യം കുഞ്ചിയമ്മ വരട്ടെ, നോക്കാം. മോളെ മൈനെ, ഇതൊരു വലിയ വീടാ. പക്ഷേ ഇവിടെ നീ ആരുമല്ല, അത് നീ മനസ്സിലാക്കണം. അടുക്കള പണി ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ആർക്കൊക്കെ എന്നോട് സ്നേഹമുണ്ടെന്നും ആത്മാർത്ഥതയുണ്ടെന്നും കൃത്യമായിട്ട് എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കണ്ട. മാനസയുടെ കല്യാണം 500 പവനും കാറും ഒക്കെ കൊടുത്ത് അങ്ങ് നടത്തും. നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ വേണ്ട. എനിക്കിപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നും മോഹമൊന്നുമില്ല. നിനക്കത് പറയാം. പക്ഷെ അർജുൻ അങ്ങനെയല്ല. അവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാ. പണ്ടത്തെ പോലൊന്നും അല്ലടി അവൻ. വണ്ടി പിടിക്കാൻ പോക്കും പലിശ പിരിക്കാൻ പോക്കും ഒക്കെ അവനങ്ങ് നിർത്തി. ഇപ്പൊ വലിയ മുതലാളിമാരുടെ എസ്റ്റേറ്റില് മാനേജരാവൻ. ആരായാലും അർജുനേട്ടൻ ഏത് കൊമ്പത്തെ ആയാലും എനിക്ക് വേണ്ട. പിന്നെ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എവിടെ നിന്നാ നിങ്ങളുടെ CI? എന്താ അവളുടെ പേര്? സുഷമ പ്രകാശ്. ഈ പെണ്ണുങ്ങൾ അന്വേഷിച്ചാൽ ശരിയാവോ? പ്രത്യേകിച്ചും ഈ സിദ്ധാർത്ഥന്റെ കേസ്. പിടികിട്ടാ പുള്ളിയല്ലേ? പുലിയാണ് സർ. തല്ലുന്നതിനേക്കാൾ കൊല്ലുന്നത് അവർക്ക് ഇഷ്ടം. കഴക്കൂട്ടത്തെ ഗുണ്ടായിസം മുഴുവൻ ഒതുക്കിയത് അവരാ സർ. ഒരു ഇരട്ടപ്പേരുണ്ട്, തെരണ്ടി സുഷമ. അവരുടെ തല്ല് തെരണ്ടിവാല് കൊണ്ടുള്ള അടിപോലെയാ. പൊറുക്കില്ല, പഴുക്കും. വന്നിട്ടുണ്ട് സർ. വരാൻ പറയൂ. സർ ചെല്ലാൻ പറഞ്ഞു. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ സർ. പ്ലീസ്. താങ്ക് യു സർ. എന്താ പേര് മറന്നു? ഇരട്ടപ്പേരാ വായിൽ വരുന്നത്. തെരണ്ടിയോ തെരണ്ടിവാലോ? അയ്യോ, ഞാൻ പറഞ്ഞൊന്നുമല്ല സർ. ചില തെണ്ടികൾ മനഃപൂർവ്വം വിളിക്കുന്ന പേരാ അത്. മൈൻഡ് യുവർ വേർഡ്സ്. സോറി സർ. എന്റെ പേര് സുഷമ പ്രകാശ്. ഓക്കെ,
സുഷമയ്ക്ക് എന്താ അറിയേണ്ടത്? വേണുഗോപൻ ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുക. ഐ നോ. പ്ലീസ് കം ടു ദ പോയിന്റ്. സർ, സാറിന്റെ ബ്രദറിലോ ആയിരുന്നു മിസ്റ്റർ വേണുഗോപൻ? നോ, എന്റെ സിസ്റ്ററുമായിട്ട് വിവാഹം തീരുമാനിച്ചിരുന്നു. സർ, ദേവ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടി. എനിക്കറിയേണ്ടത് സാറിന്റെ സഹോദരിക്ക് ഈ മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരം അറിയാവുന്ന. ഐ മീൻ, ഈ സിദ്ധാർത്ഥനെ കുറിച്ച് വേണുഗോപൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഇല്ല. ഞാൻ ഈ വേണുഗോപന്റെ സഹോദരി ഒന്ന് കൊടയട്ടെ. അയാൾക്ക് സഹോദരി വലിയ കാര്യമാണെന്ന് പറയുന്നു. ഒന്ന് കൊടഞ്ഞിങ്ങെടുത്ത ചിലപ്പോ സിദ്ധാർത്ഥനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടും. Go ahead. ഏത് വഴിക്കും സഞ്ചരിക്കാം. പ്രതിയെ കിട്ടിയാൽ മതി. താങ്ക് യു സർ. പോയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. തെരണ്ടി തന്നെയാണ് അല്ലടോ? ആണ് സാർ. പാവക്കുട്ടി വന്നേ. നീയാണോ അംബിക? അല്ല, പിന്നെ ആരാടി അംബിക? എന്താ കാര്യം? ഞാൻ അവൾക്കേ ഒരു പട്ടും വളയും കൊടുക്കാൻ വന്നതാ. എന്താ നിനക്ക് വേണോ? പട്ടുമ്പളയല്ല, വിലങ്ങ് വീണിട്ടുണ്ട് കയ്യില്. അത് പണ്ടാ. മുഖത്ത് നോക്കി തോന്നിയാസം പറഞ്ഞ ഒരു പോലീസുകാരന്റെ ചെവിക്കല് നോക്കിയാ തല്ലിയത്. നീ അംബികയല്ലേ? അതെ. കുടുംബം മൊത്തം അഹങ്കാരികളാ അല്ലേടി? എവിടെയാടി നിന്റെ ചേട്ടൻ സിദ്ധാർത്ഥൻ? എനിക്കറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ അറിയിപ്പിച്ചു തരാം. എന്തൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നത്? ഇവൾക്കേ 5 കറിയും ഇഞ്ചിയും കൂട്ടി ഊണ് കൊടുക്കാൻ പിടിച്ച് വണ്ടി കെട്ടിവിളെ. അതെ, ഈ നാട്ടിൽ നിയമം കോടതിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. പിടിച്ച് വണ്ടി കെട്ടിവിളെ. അറസ്റ്റ് ചെയ്തോ? വേണ്ട വേണ്ട, സ്റ്റേഷനിൽ എത്തിയാ മതി. അവൾക്കറിയാമായിരിക്കും സിദ്ധാർത്ഥൻ എവിടെ ഉണ്ടെന്ന്. ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ മതി, അവള് പറഞ്ഞോളും. ഓക്കെ, ശരി ശരി. ആരെ ചോദ്യം ചെയ്യുന്ന കാര്യമായിട്ടാ പറഞ്ഞത്? ഇത്രയും തലവേദന പിടിച്ചിട്ടില്ല മുളയായിട്ട്. നമ്മുടെ വേണുഗോപനെ ആക്രമിച്ച പ്രതിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോ അവന്റെ പെങ്ങളെ അറസ്റ്റ് ചെയ്തു. അവൾക്കറിയാതിരിക്കില്ല അവനോടുണ്ടാവുന്നു. പെങ്ങളൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പോലീസുകാർ വിചാരിച്ച കുറ്റം ആരോപിക്കാനാണോ പാട്? അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് നാണക്കേടായി എനിക്ക് കേസ്. Wait patiently for the right moment to act. Do not let the next opportunity slip by you. Take pride in your scars. Wait patiently for the right moment to act. അണ്ടർലൈൻ ചെയ്ത വരികൾ ശ്രദ്ധിക്കായിരുന്നു ഞാൻ. നന്നായിട്ടുണ്ട്. നമുക്കായിട്ടൊരു സമയം വരും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും, അല്ലേ? ബട്ട് പ്രതികരിക്കാനല്ല, പ്രവർത്തിക്കാനുള്ള സമയം ഇപ്പോ.
എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തണം. എന്റെ കാര്യത്തെ കുറിച്ചാണോ? അല്ല, അംബികയുടെ കാര്യത്തിലാണ്. ഷീസ് ഇൻ പോലീസ് കസ്റ്റഡി. എന്താ? സിദ്ധാർത്ഥൻ എവിടെയാണെന്ന് അറിയാൻ അംബികയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷമിക്കാനൊന്നുമില്ല. അവളുടെ പേരില് കേസൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, പക്ഷെ പോലീസുകാരാ, അവരുടെ ചോദ്യങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പിടിച്ചു നിൽക്കാൻ കഴിയില്ല അംബികയ്ക്ക്. എന്താ ചെയ്യാ? മനസ്സാ, ഞാൻ പോയി സറണ്ടർ ആയാലോ? കീഴടങ്ങാനായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല. നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. സിദ്ധാർത്ഥൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മെന്റൽ പവറും ധൈര്യമുള്ള പെണ്ണ അംബിക. നമുക്ക് നോക്കാം. നിന്റെ കെട്ടിയോൻ എന്തിയടി? അമേരിക്കയില. വരാറില്ലേ? അറിയില്ല. അതെന്താ അറിയാത്തത്? അയാൾ എന്നെ ഉപേക്ഷിച്ചു പോയി. നിന്റെ സ്വഭാവ ഗുണം അല്ലടി? അല്ല, അയാളുടെ സ്വഭാവ ദൂഷ്യം. നീ നല്ല മണിമണി പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. പോലീസുകാരോട് ബഹുമാനം കുറവാ നിനക്കല്ലേ? അല്ല, അർഹിക്കുന്ന ബഹുമാനം ഞാൻ എല്ലാവർക്കും കൊടുക്കും. നിന്റെ ചേട്ടനാണോ സിദ്ധാർത്ഥൻ? അതെ. അവനിപ്പോ എവിടെയുണ്ട്? അറിയില്ല. എന്റെ കൈ ചീത്തയാ. എടുത്തിട്ട് പെരുമാറിയ നീ ഇന്നേക്ക് 90-ാം ദിവസം ചാവും. അതുകൊണ്ട് പറ, എവിടെയുണ്ട് സിദ്ധാർത്ഥൻ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് അറിയില്ലല്ലേടി? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇവൾക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്. ശരി. വെറുതെ തല്ലുകൊള്ളാതെ അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞേരെ മോളെ. കലി കയറി അവര് തല്ലിക്കൊല്ലും. എനിക്കറിയില്ല. എന്താ സിദ്ധാർത്ഥ, എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്താ മനസ്സെ പറയേണ്ടത്? എനിക്ക് പകരം എന്റെ അനിയത്തിയെ ടോർച്ചർ ചെയ്യാന്ന് വെച്ചാ ഞാൻ അവളുടെ ഏട്ടനാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മാനസം ഇവിടെ സംഭവിക്കുന്നത്? നീ ആ വാതിലൊന്ന് അടയ്ക്ക്. എന്താ മാനസം നിന്റെ ഉദ്ദേശം? ഇയാളെയും ഇയാളുടെ പെങ്ങളെയും ഒക്കെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാന്ന് വാക്കുകൊടുത്തിരിക്കുകയാണോ നീ? പിന്നെ ഞാനെന്താ ഉപേക്ഷിച്ചു കളയണോ? പിന്നല്ലാതെ എത്രയും പെട്ടെന്ന് ഈ ബാധ്യത ഒഴിവാക്കണം. അതെ, ഞാനൊരു ബാധ്യതയായിട്ട് കെട്ടിക്കിടക്കുന്നല്ലേ ഇവിടെ. നാളെ കഴിമരത്തിൽ കയറേണ്ടി വന്നാലും മുഖം കുറിച്ച് പോവില്ല. നെഞ്ചു വിരിച്ച് തന്നെ പോവും. ഓ, ഇയാളാരാ? ഭഗത് സിംഗോ? നെഞ്ചു വിരിച്ച് ഇംഗുലാബ് വിളിച്ച് തൂക്കിലിടാൻ? മൈനെ, നീ ചുമ്മാ ബഹളം വെക്കില്ലേ? എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെന്താ ഇങ്ങനെ? എടി പെണ്ണെ, ഇതിന്റെ കോൺസിക്വൻസസ് നീ ഫേസ് ചെയ്യോ? ഏട്ടനറിഞ്ഞാലത്തെ അവസ്ഥ എന്താ? അതൊക്കെ ശരിയാ. തൽക്കാലം ഞാൻ ഇയാളെ രക്ഷിക്കും. എനിക്ക് സിദ്ധാർത്ഥന്റെ അനിയത്തിയും രക്ഷിച്ചേ പറ്റൂ. നീ എന്റെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. നീ ആ മായ ഗോപിനാഥിനെ വിളിക്ക്. എന്താ? എടി, മായയെ വിളിക്കാൻ. അവള് ചെന്ന് ജാമ്യത്തിലിറക്കും. അപ്പോ എല്ലാ കാര്യങ്ങളും അവൾ അറിയില്ലേ? പറയണം, അല്ലാതെ എന്ത് ചെയ്യും? നീ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം പുലിവാല. അതെ, എനിക്കൊരു പേരുണ്ട്.
ഒരു ഐഡന്റിറ്റി ഉണ്ട്. മെണ്ടി പോരുത്. ഐഡന്റിറ്റി ഉണ്ടായിട്ടാണോ ഒരു പെണ്ണിന്റെ മുറിയിൽ ഒളിച്ചിരിക്കുന്നത്? മാനസേ, ഇയാൾ എന്തായാലും നിനക്കൊരു ബാധ്യതയാവും. ഒരു വക്കീൽ കൂടെയുള്ളത് നല്ലതാ. നീ ആ മായെ വിളിക്ക. വിളിക്കണ്ട, ഞാൻ നേരിട്ട് പോയി കാണാം. സർ. എന്തായി? എനി ഇൻഫർമേഷൻസ്? നോ സർ, ഇവളൊന്നും പറയുന്നില്ല. അറിയാമെങ്കിൽ പറ. എവിടെയാ സിദ്ധാർത്ഥൻ? എനിക്കറിയില്ല. എത്ര ചോദിച്ചാലും അറിയാത്തത് ഞാൻ എങ്ങനെ പറയും? വേണ്ട, ചിലപ്പോ അറിയില്ലായിരിക്കും. ഇങ്ങനെ തല്ലിയിട്ട് വല്ലതും സംഭവിച്ചു പോയാ സ്വൈര്യം കിട്ടില്ല. ഈ പെണ്ണുങ്ങാനും മനുഷ്യാവകാശ കമ്മീഷനിലോ വനിതാ കമ്മീഷനിലോ പോയി പരാതിപ്പെട്ട തൊപ്പി തെറിക്കും. മനസ്സിലായോ? സർ. മായേ, ഏത് വിധേനെ എനിക്ക് അംബികയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. അതിന് എന്ത് റിസ്ക് വേണമെങ്കിലും ഞാൻ എടുക്കാം. അതെ, ഒരു കാര്യം ചെയ്യേ. സ്റ്റേഷനിൽ നീ ചെന്ന് CIക്ക് 2 കൊടുത്തിട്ട് അംബികയെ വിളിച്ചിറക്കിങ്ങ് പോലെ. ദേ മായേ, വലിയ വക്കീലാണെന്ന് കരുതി വായി വരുന്ന എന്തും പറയരുത്. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഒരു ക്രിമിനലിനെ പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് അവന്റെ പെങ്ങളെ കസ്റ്റഡിയിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിക്കുന്ന നിന്നോട് ഞാൻ പിന്നെ എന്താ പറയണ്ടേ? മായേ, നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? അതുകൊണ്ട് ഇത് അപകടം പിടിച്ച കളിയാ മനസ്സേ. കണ്ട ക്രിമിനൽസിനൊന്നും വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ ഞാനില്ല. എന്റെ പ്രൊഫഷനെ ബാധിക്കും അത്. പിന്നെ കള്ളം കാണിക്കാത്ത സത്യസന്ധർക്ക് വേണ്ടി മാത്രമല്ലേ നീ വാദിക്കുന്നത്? ഇപ്പൊ നീ എന്നെ സഹായിച്ചേ പറ്റൂ. മനസ്സേ, ഇത് നിനക്ക് ദോഷം ചെയ്യും. അത് സാരമില്ല. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റോ? അത് പറ. ആ CI ഒരു തലതെറിച്ച പെണ്ണുപിള്ളേ. പോരാത്തതിന് നിന്റെ ചേട്ടന്റെ സപ്പോർട്ടും. ശരി, നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കാം. ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കൂ. പ്ലീസ്. ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് പോയിട്ട് അടുത്ത ആഴ്ച വരാം. അപ്പോഴേക്കും നീ ഒരു തീരുമാനം പറഞ്ഞാൽ മതി. തീരുമാനം പറയാൻ ഒന്നുമില്ല. ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് വീണെന്ന് പറഞ്ഞാലും അർജുനേട്ടനെ ഞാൻ കെട്ടാൻ പോകുന്നില്ല. അത് പറയാൻ വേണ്ടി അമ്മ ഇങ്ങോട്ട് വരുവും വേണ്ട. നിന്നെ കെട്ടാൻ പിന്നെ ആരാടി വരുന്നേ? മൈസറായിട്ട് വരുവോ? ആരും വന്നില്ലെങ്കിലും വേണ്ട. അർജുനേട്ടനെ പോലൊരു തെമ്മാടി എനിക്ക് വേണ്ട. അവൻ എന്താടി ഒരു കുഴപ്പം? ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നില്ലേ? ഗുണ്ടായുസം കാണിച്ചുണ്ടാക്കുന്ന കാശല്ലേ? ആർക്ക് വേണോ അത്? അമ്മായി അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ടുള്ള വക്കാലത്ത് പറച്ചിലുണ്ടല്ലോ, നിർത്തിക്കോ. മേലിൽ എന്നോട് ഈ കാര്യം പറയരുത്. നിന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ട് അല്ലേടി? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ എന്താ ഇവിടെ? ഇവര് ചുമ്മാ അതും ഇതും പറയോ എടുത്തി. പ്രായത്തെ മാനിച്ചാ ഞാനൊന്നും പറയാത്ത. നീ നോക്കിക്കോടി, നിന്നെ എല്ലാരും ഉപേക്ഷിക്കുന്ന ഒരു സമയം വരും. അന്ന് ഞാനേ നിനക്ക് കാണത്തുള്ളൂ. വാ ഗൗരി മോളെ, പോവാ. എങ്ങോട്ട്? നീ പോണ വഴിക്ക് എന്നെ ഇറക്കി വിട്ടേച്ചാ മതി. വേറെന്തോ കോളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ പോവില്ലല്ലോ. ഞാൻ പോയാലും അടുത്ത ആഴ്ച ഇനി വരൂല്ലേ? അത് ഓർക്കുമ്പോഴോ? എന്താ? അല്ല, ഓരോരോ സന്തോഷം വന്ന് കയറുന്നത് ആലോചിച്ചതാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ മുറി കയറിയിരിക്കുന്നത്? ആ വന്ന അമ്മായിയെ മൈനക്ക് ഇഷ്ടമല്ല അല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ല, അവരോടുള്ള ദേഷ്യമാണല്ലോ ഇപ്പൊ എന്റെ അടുത്ത് തീർക്കുന്നത്. അവരോടല്ല, എനിക്ക് നിങ്ങളോട് തന്നെയാ ദേഷ്യം. മനസ്സ് വെറുതെ ഒരു റിസ്ക് എടുത്ത് തലി വെക്കുന്നതാ. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ ഏട്ടനോട് പറയും. പോലീസ് അറിഞ്ഞാ നിങ്ങൾക്കല്ലേ നാണക്കേട്?
SP യുടെ വീട്ടിലൊരു പ്രതി ഒളിച്ചു താമസിച്ചു എന്ന് വാർത്ത പരക്കില്ലേ? ഇയാൾ ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കൂ. അതാ എനിക്ക് അറിയേണ്ടത്. ഞാനായിട്ട് ഒരു ശല്യത്തിനും വരില്ല. ഇതല്ലേ ഏറ്റവും വലിയ ശല്യം. നിങ്ങൾ ഇവിടുന്ന് പോണം. പോകാം. മാനസ വരട്ടെ. എന്റെ അനിയത്തിയുടെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ. ഇത് സിദ്ധാർത്ഥന്റെ വീടല്ലേ? അതെ, ഞാൻ അവന്റെ അമ്മയാണ്. ഞാൻ അഡ്വക്കേറ്റ് മായ വിശ്വനാഥ്. മാനസ പറഞ്ഞിട്ട് വന്നതാ. ബാ, അകത്തിരുന്ന് സംസാരിക്കാം. ഈ സിദ്ധാർത്ഥൻ മുമ്പ് ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? ഇല്ല മോളെ, ഇതല്ലാതെ ജീവിതത്തിൽ ഒരു കേസും അവൻ ഉണ്ടാക്കിയിട്ടില്ല. ആരെയും അവനോട്ട് ഉപദ്രവിച്ചിട്ടുമില്ല. ആ, ഡീറ്റെയിൽസും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എനിക്കറിയാം. സോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് വൺ തിങ്, ഇതൊരു സാധാരണ കേസല്ല. കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് SP ഹരിശങ്കറിന്റെ വരാൻ പോകുന്ന ബ്രദറിൻലോയാ. സോ ഷുഡ് ബി കെയർഫുൾ. ഈ വേണുഗോപൻ എന്റെ മോളുടെ അതൊക്കെ എനിക്കറിയാം. അറിയേണ്ടത് ഈ ഒരു അറ്റംപ്റ്റിൽ അംബികയ്ക്ക് നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോന്നാണ്. ഇല്ല മോളെ, ഈ വീടിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകം അവൾക്കില്ല. ഒരു കേസ് ചാർജ് ചെയ്യപ്പെടുന്നത്, ഒരാളെ പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ പോലീസ് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു കാരണം വേണം. അല്ലെങ്കിൽ പോലീസ് ഒരു കാരണം ഉണ്ടാക്കണം. അതിനവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കൊമേഴ്ഷ്യൽ സെക്സ് വർക്കുമായി ബന്ധപ്പെട്ട വകുപ്പ് വരെ ചുമത്തും. ഇനി എന്ത് ചെയ്യും മോളെ? സാധാരണക്കാർക്കെതിരെയാ ഇത്തരം ഫേക്ക് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത്. നൗ നമുക്ക് ചെയ്യാനുള്ളത് ഇത് സാധാരണക്കാരല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാന്നുള്ളതാ. അമ്മ എന്റെ കൂടെ വരണം. നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യും. എന്താ സാറേ എന്റെ മോളുടെ പേരിലുള്ള കേസ്? അത് നിന്നോട് പറയണോ? അതെ, സംസാരിക്കുന്നത് കുറച്ചുകൂടി മാന്യമായിട്ടായിരിക്കണം. നിങ്ങളെ സാർ എന്നാ വിളിച്ചത്. തിരിച്ചങ്ങനെ വിളിച്ചില്ലെങ്കിലും പേരെങ്കിലും വിളിക്കാനുള്ള മാന്യത ഉണ്ടാവണം. എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ? അറിയില്ലെങ്കിൽ ഏത് പൗരനെയും നിയമം എന്താണെന്ന് അറിയിച്ചു കൊടുക്കും. ഇവർ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. എന്താ അംബികയുടെ പേരിലുള്ള ചാർജ്? സംശയാസ്പദമായ സാഹചര്യത്തിൽ കുറ്റവാളിയെ ഒളിപ്പിച്ചു എന്ന് പോലീസ് സംശയിക്കുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് കേസ് ഷീറ്റ് കണ്ട് ബോധ്യപ്പെടണം. ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തതാ, അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. അവളെ ഇങ്ങ് വിളിക്ക്. സർ, നിങ്ങളൊന്നും ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്തിന് വരരുത്. ഒക്കെ ഫ്രോഡ് കേസുകളാ. എന്റെ മോളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ തെറ്റ് സാറേ നിങ്ങൾക്ക്. ഇപ്പൊ പറഞ്ഞത് കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ ഈ കാക്കയേക്കാൾ ബലം എന്റെ കൈ കാണിച്ചേനെ. നീ എന്ത് ചെയ്യുന്ന? എന്തും പറയുന്നത് ഈ നിൽക്കുന്ന സുമിത്രയല്ല, പഴയ സഖാവ് സുമിത്രക്കുട്ടി. നിങ്ങള് മർദ്ദിച്ചോളെ. ആ, 1-2 കൊടുത്തു. അല്ലാതെ പാലും പഴവും പായസവും ഒക്കെ കൊടുത്താ സത്യം പറയൂ. 3-ാം മുറയുടെ കാലമൊക്കെ പോയി സാറേ. ഇവളെ കൊണ്ടൊരു കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചിട്ട് ഞാനൊരു പണിയങ്ങ് പണിയട്ടെ ഈ കാക്കിയില്. ദേഹത്തെ കൈവച്ചു അല്ലേ സാറേ? നന്നായി. അതുകൊണ്ട് ഈ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല. മരിച്ചാലും